ഹായ് ഓൾ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. നോമ്പ് ദിവസത്തിലെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ തയ്യാറാക്കുന്ന റെസിപ്പീസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കുക. നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാനിപ്പോൾ ഒരു 12 മണിയൊക്കെ ആയതിന് ശേഷം രാവിലെ അല്ല 12 മണി ആയതിന് ശേഷം ഒന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് വന്നതാണ്. അപ്പോൾ കട്ടിംഗ് ബോർഡും കത്തിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു പാത്രം അടുത്ത് വെച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ ഇതേപോലെ സവോളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് ഇതിലെ കച്ചറയൊക്കെ നമ്മൾ ആ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ നിലത്ത്, അതായത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കച്ചറയൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ വേസ്റ്റ് ഒന്നും വരില്ലല്ലോ. അപ്പോൾ ആ ഒരു ബോക്സിൽ തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് കൗണ്ടർ ടോപ്പ് തുടക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട്, ഞാനിപ്പോൾ ഇത് കണ്ണൂർ സ്റ്റൈലിലുള്ള മീൻ കറിയാണ് വെക്കുന്നുള്ളത്. കണ്ണൂർ സ്റ്റൈലിൽ വെക്കുമ്പോൾ എണ്ണ ഒഴിക്കും, അതിലേക്ക് കടുക്, ഉലുവ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടതിന് കടുക് പൊട്ടിച്ചെടുക്കുക എന്നൊക്കെ പറയും. അതുപോലെയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതേപോലെ എണ്ണ അങ്ങനെ ഒഴിക്കില്ല, കടുക് ഇടില്ല, ഉലുവ ഇടില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മൾ സാധാരണ മുളക് അരക്കുകയാണ് ചെയ്യുക. മുളക് അരച്ചിട്ട് അതേപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് സവോളയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് പതുക്കുമ്പോൾ മീനിട്ടിട്ട് അങ്ങ് റെഡിയാക്കി എടുക്കും. അത്രയേ ഉള്ളൂ. നമ്മുടെ കറി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പക്ഷേ കണ്ണൂർ സ്റ്റൈലിൽ വെക്കുമ്പോൾ ഇതേപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം, അതിലേക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കണം, ഉലുവ ഇട്ട് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഏതാ കറി ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് കറിയും ഇഷ്ടമാണ്. നമ്മുടെ കറി നമ്മുടെ നാട്ടിലേതായതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം അതിനോടാണ്. അപ്പോൾ ഇതേപോലെ മൺചട്ടി ചൂടായതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ കറി റെഡിയാക്കുമ്പോഴത്തേക്ക് എനിക്ക് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഞാനെല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ. പാത്രങ്ങൾ പൊടീൻ്റെതായാലും മുളക് പൊടി ആയാലും അതേപോലെ ഉപ്പായാലും ഒക്കെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ആദ്യം ഉലുവയൊക്കെ ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവോള ഒന്ന് വഴന്നതിന് ശേഷം തക്കാളി അങ്ങനെയില്ല, എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില പറയുമ്പോഴത്തേക്ക് എനിക്കിവിടെ കറിവേപ്പിലയൊന്നുമില്ല. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇവിടുന്ന് ആരോടെങ്കിലും വാങ്ങിക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യും കവറിൽ വെച്ചിട്ട്. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഇതേപോലുള്ള നമ്മുടെ മുളക് പൊടിയും അതേപോലെ പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെറും 139, അതായത് 140 രൂപക്ക് എനിക്ക് നമ്മുടെ റിലയൻസിൻ്റെ ഷോപ്പ് ഉണ്ടാവില്ലേ, ഇത് ബിഗ് ബസാർ അതേപോലെ സ്മാർട്ട് ബസാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ സാധാരണ മറ്റേ ബോട്ടിൽസ് നമ്മൾ കുപ്പീൻ്റെ ബോട്ടിൽസ് വാങ്ങുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ്, 200 ചില്ലറൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവം ഓഫറിലിട്ടപ്പോൾ കിട്ടതാണ്. കാണാൻ നല്ല രസമില്ല, അതുകൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മുളക് പൊടി ചേർത്താണ് നമ്മൾ ഡയറക്റ്റ് അരച്ചൊഴിക്കുക ചെയ്യുക. ഈ കണ്ണൂരാണെങ്കിലും മുളക് പൊടിയാണ് കൂടുതലും ചേർക്കുക. പിന്നെ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുളിയും ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇവിടെ ഇപ്പോൾ പുളിവെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഈ മുളക് പൊടി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മുളക് പൊടിയാണ്. ഇതിപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരാൾ ചെയ്യുന്നതാണ്. ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ അടുത്ത എൻ്റെ ഉമ്മയുടെ കാരണവരുടെ വൈഫ് ചെയ്യുന്ന മുളക് പൊടിയാണ്. അവർ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കഴുകി ഉണക്കിയെടുത്തിട്ട് അവർ തന്നെ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതിൻ്റെ ഫസ്റ്റ് ടൈം ഉള്ളതാണിത്. ഇപ്പോൾ അവരെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ മില്ലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കത് കഴുകുന്നുണ്ടോ ഉണക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല. അവർ ഡയറക്റ്റായിട്ട് പൊടിക്കുന്നതാണോ ഒന്നും അറിയില്ലല്ലോ. അപ്പം നമുക്ക് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വിശ്വസിച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കഴുകി ഉണക്കിയിട്ടാണ് അവർ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിക്കുന്നുള്ളത്. മുളകാണെങ്കിലും നല്ല ഒറിജിനൽ കാശ്മീരിയാണ്. പിന്നെ ഇത് ഓവറായിട്ട് ലൂസായിട്ടൊന്നും വരുന്നില്ല. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരോട്, നിങ്ങളിതിൽ എന്തെങ്കിലും മിക്സ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഒന്നും മിക്സ് ചെയ്യുന്നില്ല. ഇത് നല്ല കാശ്മീരി മുളകാണ്. സത്യം പറഞ്ഞാൽ നല്ല കാശ്മീരി മുളകിന് എരിവുണ്ടാവില്ല, നല്ല കളറുണ്ടാവും, തിക്നെസ് ഉണ്ടാവും. സെയിമാണ്, ഒട്ടും എരിവില്ല. നമ്മൾ പച്ചമുളക് ചേർത്താൽ മാത്രമേ എരിവ് കിട്ടുന്നുള്ളൂ. പിന്നെ അതേപോലെ നല്ല തിക്നെസ്സും ഉണ്ട്, നല്ല കളറും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ദൂരത്തൊക്കെ അവർ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് നിങ്ങളോട് ഞാൻ റീപ്ലൈ തരാം. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന ആൾക്കാർക്കാണെങ്കിലും
അതേപോലെ ഇത് കൊടുക്കുന്ന ആൾക്കാണെങ്കിലും ഓർഡർ വന്നാൽ ഉപകാരമാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നോമ്പ് തുറക്കാനും അത്താഴത്തിനൊക്കെ ഉള്ള കറിയാണ് കേട്ടോ. ആവോലി മുളകിട്ടതാണ്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനി നേരെ മോൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കലാണ്. ഇതിപ്പോൾ ലഞ്ചാണ് ഇവളുടെ. പൂരിയായിരുന്നു ഞാനിപ്പോൾ അത്താഴത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് 2 കൊടുക്കുന്നുണ്ട്. നോമ്പായാലും പിന്നെ ചോറ് ഉണ്ടാക്കൽ കുറവാണ്. ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുക്കും മക്കൾക്ക് വേണ്ടിയിട്ട്. ദോശക്കൊക്കെ ഇടാനാണെങ്കിൽ ചോറ് വേണമല്ലോ. ആ ഒരു സമയത്ത് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് അതിൽ നിന്ന് എടുത്തു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇത് ഇളനീർ ഇന്ന് മഗ്‌രിബിലേക്ക് ജ്യൂസിന് വേണ്ടിയിട്ട് പാൽ അടിച്ചിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളനീർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെള്ളവും അതിൻ്റെ കാമ്പൊക്കെ. പിന്നെ ഇതേപോലെ വാട്ടർ മെലാണ് കലക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ജ്യൂസൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കും കേട്ടോ. ഞാൻ മഗ്‌രിബാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഇത് ഇളനീരായതുകൊണ്ട് നേരത്തെ കലക്കി നമ്മൾ ഞാനിപ്പോൾ പാൽ കട്ട ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അത് അടച്ചു കൊടുത്തിട്ട് ആദ്യമേ വെച്ചാൽ അതൊന്നും ലൂസായി പോകില്ലേ, അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ അത് ഇപ്പോഴേ അടിച്ചു വെക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ജ്യൂസൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കും. ചില ദിവസമൊക്കെ 12 മണിക്കൊക്കെ ഞാനിത് കലക്കി റെഡിയാക്കി വെക്കും. അപ്പോൾ എനിക്ക് മഗ്‌രിബിൻ്റെ സമയത്ത് ചില വീട്ടിലൊക്കെ കാണാം മഗ്‌രിബിൻ്റെ സമയത്ത് നട്ടോട്ടം ഓടുന്നത് എല്ലാം ആകേണ്ടത് ആ ഒരു സമയത്താണ് ചില ആൾക്കാർ എല്ലാം റെഡിയാക്കി എടുക്കുക. അപ്പം ഞാൻ അതിന് നിൽക്കില്ല. എനിക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതൊക്കെ രാവിലെ തന്നെ തയ്യാറാക്കും. നമുക്ക് നോമ്പിനാണെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആ ഒരു സമയത്തേക്കുള്ളത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ രാവിലെ മുതലേ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ കറിയാണെങ്കിലും ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അതേപോലെ ഞാനിപ്പോൾ പത്തലാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വാട്ടർ മെലൺ കലക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കത്തിയിൽ നമ്മൾ ആദ്യം വാട്ടർ മെലൺ ഇതേപോലെ പീസാക്കി എടുക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ബത്തക്ക എന്നാണ് പറയുക. അപ്പോൾ ഓരോ നാട്ടിലുള്ള ആൾക്കാർ എന്താണ് അവരുടെ നാട്ടിൽ വാട്ടർ മെലൺ എന്ന് പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില നാട്ടിൽ തണ്ണിമത്തൻ അങ്ങനെയൊക്കെ പറയുന്നില്ല, അതുകൊണ്ട് ഒന്ന് ചോദിച്ചതാണ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ വാട്ടർ മെലൺ ചെറിയ പീസസ് ആക്കി നമ്മുടെ കത്തിയിൽ എത്ര പീസസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു അത്രയും ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്കും നമ്മളിപ്പോൾ നോമ്പുള്ള ആൾക്കാർ 2 ഉള്ളൂ, ഞാനും ഹസ്ബൻഡും. പിന്നെ 2 കുഞ്ഞു മക്കളാണ്. അപ്പോൾ അവർക്ക് അത്ര ജ്യൂസിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഷോപ്പിലേക്കും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഷോപ്പിൽ പണിക്കാരുണ്ട് 2 ആൾക്കാർ. അവർക്ക് നോമ്പൊന്നുമില്ല, അവർ മുസ്ലിംസ് അല്ല, എന്നാലും അവർക്കും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവർക്ക് ഉച്ചക്കും ജ്യൂസ് കൊടുക്കും കേട്ടോ. ഉച്ചക്കും കൊടുക്കും, പിന്നെ മഗ്‌രിബിൻ്റെ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെയും കൊടുക്കും. അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് 2 കൂടി കൊടുക്കുന്നുണ്ട്. വാട്ടർ മെലൺ ആയാലും അതേപോലെ ഇളനീർ ജ്യൂസ് ആയാലും. ചില ദിവസങ്ങളിൽ പാലടിച്ച ജ്യൂസ് കുറച്ചേ ഉണ്ടാവും, അന്നേരം അവർക്ക് വേറെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ചെറിയ പീസ് മക്കൾക്ക് വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ട് ഒരു വാട്ടർ മെലണിൻ്റെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ 4ആയി ഭാഗിച്ചിട്ട് അതിൽ നിന്ന് ഒരു പീസ് മാറ്റിയിട്ട് ബാക്കി 3 ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കലാണ്. പഞ്ചസാര ചേർത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഞാൻ ഇതുപോലുള്ള വ്ളോഗ്സ്, അതായത് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അധികം ചെയ്യാറില്ല. ഞാൻ കൂടുതലും കുക്കിംഗ് വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ വോയിസ് ഓവർ കൊടുക്കാറില്ല. എനിക്കങ്ങനെ നീട്ടി പരത്തി പറയുമ്പോൾ എന്തോ പോലെയാണ്. അതിപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കുന്നതായാലും എനിക്കെന്തോ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യാറില്ല. ഇതിനും ആദ്യമൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിരുന്നു. അതിലേക്ക് വല്ല സോങ്ങോ മ്യൂസിക്കോ മറ്റോ ഇട്ടിട്ട് അങ്ങ് ഒഴിവാക്കും. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കുറവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഡേ ഇൻ മൈ ലൈഫിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യുന്നത് ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേപോലെ വാട്ടർ മെലണിലേക്ക് ഞാൻ കുറച്ച് റൂഅഫ്സയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റൂഅഫ്സ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിലർക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇതിപ്പോൾ ഒഴിക്കണ്ട, അല്ലെങ്കിൽ റൂഅഫ്സ വാട്ടർ മെലൺ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസ്കസ് ഞാൻ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ആ ഒരു വെള്ളത്തിൽ തന്നെ കസ്കസ് പൊതിർന്ന് വന്നോളും. അല്ലെങ്കിൽ നിങ്ങൾ ലേറ്റായിട്ട് തയ്യാറാക്കുന്നൊക്കെ ആണെങ്കിൽ കസ്കസ് ആദ്യം കുതിർത്ത് വെക്കണം. അപ്പോൾ ഇതേപോലെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ ആദ്യം ചെയ്യുന്ന പണി ബോട്ടിലൊക്കെ കഴുകിയിട്ട് അതിൽ ആദ്യം വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. നോമ്പ് കാലത്ത് മാത്രമേ നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും ഇപ്പം നല്ല ചൂടാണല്ലോ, അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചാൽ മതി, തൊണ്ടക്ക് വേഗം പണി കിട്ടും. അപ്പോൾ ഇതേപോലെ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു സ്നാക്ക് തയ്യാറാക്കുന്നുണ്ട്.
ആ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും. ബ്രെഡ് മുറിച്ചിട്ട് അതിന് ഒരു മുട്ടേൻ്റെ മിക്സ് നമ്മൾ റെഡിയാക്കി എടുക്കും. ആ ഒരു മിക്സിലേക്ക് ഇത് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളിതുവരെ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. സംഭവം നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാക്കിയതാണ്. ഇതുകൂടാതെ ഞാൻ വേറൊരു സ്നാക്കും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചാനലും കൂടി നോക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു. ഉരുളക്കിഴങ്ങിൻ്റെ ആകെ മൊത്തം ഫ്ലോപ്പായിപ്പോയി. നോമ്പ് കാലത്തൊക്കെ ഇങ്ങനെ ആകുമ്പോൾ വല്ലാത്ത വിഷമമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഞാൻ വിചാരിക്കും എന്തിനാണ് ഇത്രയും ഫ്ലോപ്പാകുന്ന റെസിപ്പികളൊക്കെ അവരിങ്ങനെ നല്ല രീതി നമുക്ക് കാണുമ്പോൾ ഒട്ടും ഫ്ലോപ്പാകാതെ തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ അവർ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഉരുളക്കിഴങ്ങ് ചെയ്ത് നോക്കിയത്. എന്തുകൊണ്ടോ എൻ്റെത് ഫ്ലോപ്പായി പോയി. ഇതേപോലെ അവർ കോൺഫ്ലവർ ചേർത്തിട്ട് ബോൾസാക്കിയിട്ട് കയ്യിൽ തന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അതിന് പോലും പറ്റുന്നുണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ കയ്യിൽ മാത്രം പരത്തിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കി. അങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിലും വല്ലാണ്ട് എണ്ണ കുടിക്കുന്നു, അതേപോലെ ഒട്ടും പൊരിഞ്ഞ് കിട്ടുന്നുമില്ല. അപ്പോൾ അത് ഫ്ലോപ്പായി പോയി. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നോമ്പ് നോക്കിയിട്ടൊക്കെ ഇതേപോലെയുള്ള നോമ്പ് നോക്കിയിട്ടല്ലെങ്കിലും നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അതൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദന നമുക്ക് വല്ലാത്തതാണല്ലേ. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഫ്ലോപ്പായിട്ടൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതേപോലെ എൻ്റെ റെസിപ്പീസ് കണ്ടിട്ട് ആരെങ്കിലും ഫ്ലോപ്പായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം, അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ചെയ്തിരുന്നു. അതിന് അത്യാവശ്യം നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്ത് നോക്കി കൊള്ളില്ലാന്നോ ശരിയായില്ലാന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വല്ലാണ്ട് സങ്കടമായിപ്പോയി. കാരണം ബാക്കി എല്ലാവരും നല്ലതാണ് പറഞ്ഞത്, എനിക്കാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് ചിലതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല, ആ ഒരു പ്രശ്നം കൂടിയുണ്ട്. എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഇളനീർ ജ്യൂസും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇളനീർ ജ്യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ ടേബിളിൽ വെച്ചിട്ടുള്ള ഒക്കെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇളനീർ ജ്യൂസ് ചെയ്തപ്പോൾ നല്ലൊരു അടിപൊളി പണിയിട്ട് എനിക്ക് ജാറിൻ്റെ അടിഭാഗം മിക്സിയിൽ ഉറച്ചിട്ട് അതിൻ്റെ മേലത്തെ ഭാഗം ഗ്ലാസ്സല്ല സംഭവം പ്ലാസ്റ്റിക്കാണ്, എന്നാൽ ആ ഒരു ഭാഗം മാത്രം കയ്യിൽ ഊരി വന്നു. എൻ്റെ ഏകദേശം കാൽഭാഗത്തോളം ജ്യൂസ് അങ്ങനെ പോയി. അപ്പോൾ ആ ഒരു പണിയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് തുടക്കലും മിക്സി ശരിയാക്കലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഹായ് എങ്കിലും ഒന്ന് പറയണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്, അസ്സലാമു അലൈക്കും.